കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അതിനുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ചൂടൊക്കെ കുറഞ്ഞ് രാവിലെ നല്ല തണുപ്പാണ്. ഇൻ്റർവ്യൂക്ക് പോകുന്നതിനെ കൊണ്ട് നേരത്തെ കുളിക്കണം, എന്നാലേ മുടി ഉണങ്ങുള്ളൂ. ഞാനിങ്ങനെ ഹീറ്റർ മറ്റു കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഓൾറെഡി മുടി ക്ലോറിൻ വെള്ളത്തിൽ അങ്ങ് കുളിച്ചിട്ട് എല്ലാം പോയി. പിന്നെ പറയാതിരിക്കാൻ വയ്യടാ, കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ സപ്പോർട്ട് ഉണ്ടല്ലോ, ഈ കണ്ടിരിക്കുന്ന നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് ആദ്യമായിട്ടാണടാ അത്രയും വലിയ വ്യൂസ് കിട്ടുന്നതും ലോങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഓരോ കമൻ്റ് ഇടുമ്പം വായിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കും സന്തോഷമായി. ഈ ഞാൻ പറയാൻ പോകുന്ന ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും കേട്ടോ. തണുപ്പ് തുടങ്ങിയപ്പം എൻ്റെ മുഖം ഇങ്ങനെ പൊളിയാൻ തുടങ്ങി, ഒരു മുളിച്ചിൽ പോലെയൊക്കെ വരാൻ തുടങ്ങി. അപ്പം പുറത്തേക്ക് എങ്ങനെയും പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര വൃത്തിയേടായിരിക്കും മുഖം. ഞാനപ്പം തൈര് യൂസ് ചെയ്യാറുണ്ട്. മുഖത്ത് തൈര് ആക്കുമ്പോൾ ഒന്ന് ഓയിലി ആയിട്ട് തോന്നും. ഇത് നോക്കണ്ട കേട്ടോ, കണ്ണാടിയുടെ മുന്നിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കാറ്. അതിൻ്റെ പ്രകടനമാണത്. എങ്ങനെ പോകണം, എങ്ങനെ മുടി കെട്ടണം. ആദ്യമൊക്കെ ഓരോ ഇൻ്റർവ്യൂ കിട്ടുമ്പം ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയാറുണ്ടായിരുന്നു. പോകെ പോകെ ഇൻ്റർവ്യൂവിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അവിടെ നിന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. വീട്ടുകാർക്ക് മനസ്സിലാവാൻ തുടങ്ങിയില്ല. എന്തായടാ അന്ന് പോയത്, കിട്ടിയില്ലേ, പിന്നെ ഇൻ്റർവ്യൂ ഒന്നും വന്നില്ലേ, അങ്ങനത്തെ കോളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അവർക്ക് ആവശ്യമില്ലാത്ത പ്രതീക്ഷ ഞാൻ കൊടുക്കുകയാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിപ്പോയി. ഇനി ജോലിയെല്ലാം റെഡി ആയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പം മനസ്സത്രയും ചത്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമില്ലേ. പോകുന്നതിൻ്റെ മുന്നേ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യാൻ കേട്ടോ ബാഗ്. എന്തേലും മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വന്നെടുക്കാൻ പറ്റുന്ന അത്ര അടുത്തല്ല നമ്മൾ പോകുന്നത്, കുറച്ച് ദൂരെയാണ്. പിന്നെ വെള്ളവും കുടയും, ഈ രണ്ട് സാധനം ഒഴിവാക്കിയുള്ള പരിപാടിയില്ല. കുട എന്തായാലും വേണം കേട്ടോ, പിന്നെ വെള്ളം പറയണ്ടല്ലോ. തണുപ്പ് തുടങ്ങിയത് കൊണ്ടാണ് തോന്നുന്നു 11:30 ആയിട്ടും വെയിലിന് അത്ര ചൂടൊന്നുമില്ല. ഇത് നമ്മുടെ വെയിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ ബസ്സിന്. പക്ഷെ ഞാനിരിക്കാറ്, ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇതിലാണ് ഇരിക്കാറ്. എനിക്കിവിടെ ഇരിക്കുമ്പോഴാണ് നല്ല കാറ്റുണ്ട്. ബസ് കാണിച്ചതിലും ഒരു 5 മിനിറ്റ് വൈകിട്ടാണ് വരുന്നത്. പക്ഷേ ബസ് എത്തിയിട്ടോ, വരുന്നുണ്ട്. പക്ഷെ നല്ല സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാം. പുറത്തിരിക്കുമ്പോഴേ കുറേ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നല്ല കാറ്റുണ്ടായിരുന്നു. എന്നെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കായിരുന്നേ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്തൊക്കെ കാര്യം അവരോട് പറയണം, എന്തൊക്കെ കാര്യം പറയാൻ പാടില്ല എന്ന് വരെ ഞാൻ പഠിച്ചു. ചില ഇൻ്റർവ്യൂസ് കഴിയുമ്പോഴേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അവർ പ്രതീക്ഷ തരുന്ന രീതിക്ക് സംസാരിക്കുകയും ചെയ്യും. ഇത് ആദ്യമൊന്നും ഇതിനെപ്പറ്റി അറിയാണ്ടേ ഇതേപോലെ തന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വരും. അപ്പോൾ അവരും പ്രതീക്ഷിക്കും. പക്ഷേ അതെല്ലാം ഇവരുടെ ഓരോ തന്ത്രങ്ങളായിരുന്നു. ചുമ്മാ അങ്ങ് റെക്കമെൻഡേഷൻ വഴി ആളുകൾക്ക് പണിക്ക് കയറാമെന്നൊക്കെ ഉള്ളത് പിന്നെ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് സങ്കടമായി. അങ്ങനെയാണ് ഞാൻ അവരോട് ഞാൻ ചെയ്യുന്നതും പോകുന്നതൊക്കെ പറച്ചിൽ നിർത്തിയത്. ഓരോ ഇൻ്റർവ്യൂസും ഓരോ പ്രതീക്ഷകളാണെന്ന് പറഞ്ഞ പോലെ എപ്പോൾ ഇൻ്റർവ്യൂ വിളിക്കുമ്പോഴും ഈ പണിയെങ്കിലും സെറ്റാവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോവാറ്. ഇത്രയൊക്കെ പ്രതീക്ഷ ഇല്ല എന്ന് പറഞ്ഞാലും പ്രതീക്ഷിക്കും. സ്കൂൾ ബസ് കാണുമ്പോഴേ എവിടെയോ ഒരു ഉള്ളിലൊരു വിഷമാണ്, പണി കിട്ടിയിരുന്നെങ്കിൽ. ആ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ നമ്മുടെ സ്കൂള്. ആ ബിൽഡിങ്ങിൻ്റെ മതിൽ ചാരി നിൽക്കുന്ന വരിയില്ലേ, ഇതെല്ലാം ഇൻ്റർവ്യൂസിന് വന്നിട്ടുള്ളവരാണ്. നമ്മളിപ്പം ലൈനിൻ്റെ ഏറ്റവും അവസാനമാണ്. അപ്പോൾ ഏകദേശം എൻ്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു. ഇതിലെല്ലാവരും പണിയില്ലാത്തവരല്ല കേട്ടോ. സ്കൂൾ ചേഞ്ചസിന് വരുന്നവരുണ്ടായിരിക്കും. വേറെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാറ്റത്തിന് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്നവരുണ്ട്. മെട്രോ ഒക്കെ കാണുമ്പോഴല്ലേ കയറി പോയാലോ തിരിച്ചു എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ സാഹചര്യം വെയിലും കൊണ്ടങ്ങ് നിന്നു. പിന്നെ കുറച്ചൊരു തണുപ്പുണ്ടായതുകൊണ്ട് നമുക്ക് നിൽക്കാം. സ്കൂൾ ഫീൽഡിന് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനെ വരിയൊക്കെ നിന്ന് കയറുന്നത്. ഞാൻ മറ്റു പല ഇൻ്റർവ്യൂസും ഇവിടെ നടക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം കേട്ടോ. പുറത്തൊരുപാട് വരി നിന്നത് പോരാഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലെ ആ സൈഡിലും ഈ സൈഡിലുമായിട്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇരിപ്പിച്ചു കേട്ടോ. ഇനിയാണ് രസം. ഇൻ്റർവ്യൂ ആയിട്ടൊന്നും നടത്തിയില്ല. CV മേടിച്ചു വെച്ചു. ചെറുതായിട്ടൊരു ടെസ്റ്റ് നടത്തി അവരങ്ങ് വിട്ടു. ഇനി HR വിളിക്കുന്നു. ഒരു പ്രതീക്ഷയുടെ ആരും വിളിക്കാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഒരു സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇതെല്ലാം സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് എനിക്ക് കാണണം. എനിക്കും ഒരു ദിവസം ഉണ്ടാവുമെന്നറിയാം. ക്രിസ്മസ് ഒക്കെ ആവാറായപ്പോൾ നല്ല ഭംഗിയുണ്ട് റോഡിൻ്റെ സൈഡെല്ലാം. നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ഇറങ്ങി വൈകുന്നേരമായി നമുക്ക് വീട്ടിൽ പോകാം. ബൈ.